ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം. ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന സന്ദേശം മദ്യപിക്കുന്ന വ്യക്തികൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 14-17 പറയുന്നുണ്ട്: ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണമോ പാനീയമോ അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം മദ്യപാനിക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ മദ്യപാനം ഉപേക്ഷിക്കാതെ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമോ സമാധാനമോ അനുഭവിക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്: എൻ്റെ ബ്രദറെ, ഈ വീടിന് ചില ദോഷമുണ്ടെന്ന് ചിലർ പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വീടിൻ്റെ വാതിൽ വെച്ചിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ വാതിൽ പൊളിച്ച് കിഴക്ക് ഭാഗത്തുനിന്ന് വാതിൽ വെക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ വീട് ഇരിക്കുന്നത് കന്നിമൂലയുടെ ഭാഗത്തെ മുറി പൊളിച്ചു മാറ്റി അപ്പുറത്ത് കൊണ്ട് പണിയണം. ഓരോ മൂലയ്ക്കും ഓരോ പേരിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ അടുത്തതായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഒരു കൊച്ചിന് കിഡ്നിക്ക് പ്രശ്നമാണ്, ഒരു കൊച്ചിന് തലയ്ക്ക് പ്രശ്നമുണ്ട്, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, ഞാൻ കുറേ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടുന്ന് കുരിശ് വെഞ്ചരിച്ച് തന്നു. ഞാനിപ്പോൾ ഈ പറമ്പിൻ്റെ 4 അതിർത്തിയിലും കുരിശ് കുഴിച്ചിട്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പോയി കുരിശ് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഇപ്പോൾ കുറേ കുരിശ് ഈ മണ്ണിനടിയിലുണ്ട്. ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഈ കുരിശൊക്കെ കുഴിച്ചിടുന്നത്. പക്ഷേ കുരിശ് കുഴിച്ചിട്ടിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം മാറുന്നില്ല. എൻ്റെ ഈ രോഗം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മക്കളുടെ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് മടുത്തു. ബ്രദർ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ ഒന്ന് പറയണം. ആരെയും വല്ലതും കൂടോത്രം ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം. ഞാൻ രോഗിയായ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തലയിലേക്ക് കൈവച്ചപ്പോൾ പെട്ടെന്ന് കർത്താവ് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകുകയാണ്: കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അപ്പനോടൊരു കാര്യം ചോദിക്കുക. ഞാൻ ആ കൈ പിൻവലിച്ചിട്ട് ഞാൻ അപ്പനോട് ചോദിച്ചു: നിങ്ങൾ മദ്യപിക്കുന്ന വ്യക്തിയാണോ? അതെ. എത്ര നാളായി മദ്യപിക്കുന്നുണ്ട്? ഓ, അതിപ്പോൾ 20 വയസ്സ് മുതൽ ഞാൻ കുടിക്കുന്നതാണ്. എല്ലാ ദിവസവും കുടിക്കൂ? ഓ, അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിർത്താൻ വല്ല പരിപാടിയുണ്ടോ? ഓ, അത് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല, ഞാൻ കുടുംബമൊക്കെ നോക്കുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ മദ്യപിക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. മദ്യപിച്ചൂടെ വന്ന് ബഹളം ഉണ്ടാക്കുകയോ അല്ലെ വഴി കിടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ. അങ്ങനെയൊന്നും ബ്രദർ കരുതരുത്, അങ്ങനത്തെ ആളൊന്നുമല്ല ഞാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇയാൾ എന്തുകൊണ്ടാണ് ഗതി പിടിക്കാത്തത്? ഇയാൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്?
ദൈവവചനത്തിന് വിപരീതമായി ആ മനുഷ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ മനുഷ്യൻ പ്രവർത്തിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? മക്കൾ ഇന്ന് 24-25 വയസ്സ് പ്രായമുള്ള മക്കൾ, അവരൊക്കെ ജോലിക്കാരായി തീർന്നിട്ടും ഈ രോഗം കാരണം ജോലി ചെയ്യാൻ പറ്റുന്നില്ല. വരുമാനം ആ കുടുംബത്തിലേക്ക് വരുന്നില്ല. അതിൻ്റെ കാരണം ആരാണ്ടോ എന്തോ ചെയ്തതാണ്, ഈ സ്ഥലത്തിന് കുഴപ്പമാണ്, വാതിലിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. മദ്യപാനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ഇയാൾ എന്തോരം ജോലി ചെയ്തിട്ട് എന്ത് കാര്യം? ഇയാൾ മദ്യപാനിയാണ്. മദ്യപാനായ വ്യക്തി ഒരിക്കലും ധനവാനാവുകയില്ല. ധനവാൻ എന്ന് പറയുമ്പോൾ കുറച്ച് പണം മാത്രം കിട്ടിയാൽ മതിയോ? ചിലർ പറയുന്നത് മദ്യ കോൺട്രാക്ടർമാർ, ബാറ് ഹോട്ടൽ നടത്തുന്നവർ, അവരുടെ ഇഷ്ടം പോലെ പണമുണ്ട്, പണമുള്ളത് കൊണ്ട് അയാൾ സമ്പന്നനാകണം എന്ന് നിർബന്ധമില്ല. ഒരു വ്യക്തി സമ്പന്നനാകുക എന്ന് പറഞ്ഞാൽ പണത്തിൽ അയാൾ സമ്പത്തുണ്ടാവും, അയാളുടെ ആരോഗ്യം സമ്പന്നമായിരിക്കും, കുടുംബജീവിതം സന്തോഷത്തിൽ സമ്പന്നമായിരിക്കും, കുടുംബത്തിൽ സമാധാനത്തിൻ്റെ സമ്പത്തുണ്ടാവും, അതുപോലെ പണമൊക്കെ പങ്കുവെക്കുന്നതിൽ അവർക്ക് സമ്പത്തുണ്ടാവും, സ്നേഹിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷമായിരിക്കും അവരുടേത്. അങ്ങനെ പല മേഖലകളിലാണ് അവർ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല, പല രോഗങ്ങളുമാണ്. അയാളെങ്ങനെയാണ് സമ്പന്നനെന്ന് പറയാൻ പറ്റുന്നത്? വീട് നിറച്ച് ആഹാരമുണ്ട്, എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാം. ഷുഗറാണ്, കൊളസ്ട്രോളാണ്, പ്രഷറാണ്, അതും ഇതും എല്ലാം വന്ന് ഒരു സാധനവും കഴിക്കാൻ പറ്റുന്നില്ല. അയാൾ ദരിദ്രനേക്കാളും കഷ്ടമായിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അയാൾ സമ്പന്നൻ എന്ന് പറയാൻ പറ്റുമോ? മദ്യപാനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ഈ മക്കൾ ഇന്ന് രോഗികളായി തീർന്നിരിക്കുകയാണ്. ആ മക്കളിൽ നിന്ന് വരുന്ന വരുമാനം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇയാളിനി എന്തോരം കുരിശ് കുടിച്ചിട്ടിട്ട് കാര്യമുണ്ടോ? ഇയാൾ പാപം അയാളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണ്ടേ? മദ്യപിക്കുന്ന ആ മനുഷ്യൻ മദ്യപാനം അവസാനിപ്പിക്കാതെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്? ഒരു മദ്യപാനിയായ ഒരു വ്യക്തി കുടുംബത്തിലുണ്ട് എങ്കിൽ ആ കുടുംബത്തിൻ്റെ മുഴുവനും സമാധാനം പോവുകയല്ലേ? ആ കുടുംബം മറ്റുള്ളവർക്കൊരു ദുർമാതൃകയല്ലേ? ആ കുടുംബക്കാരെ പോലും ആളുകൾ ഭയത്തോടെയല്ലേ കാണുന്നത്? ആ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം ചേരാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? മദ്യപിച്ച് അവസാനം ജീവിതം തകരുകയല്ലേ? എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിൽ പൂരിതരാകുവിൻ. വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് നിങ്ങൾ ആത്മാവിൽ പൂരിതരാകുവിൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിച്ച് അപ്പസ്തോലന്മാർ പുറത്തേക്കിറങ്ങി പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും ദൈവവചനം പ്രസംഗിക്കുമ്പോഴും അവിടെ കൂടിയിരുന്ന പല ആളുകളും പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇവർ വീഞ്ഞു കുടിച്ചിരിക്കുകയാണ്, ഇവർ മദ്യപിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. ഒരു ലഹരിയാണ് പരിശുദ്ധാത്മ ലഹരി. മദ്യപിക്കാതെ തന്നെ നമുക്കൊരു ലഹരി ഉണ്ട് പ്രിയരെ, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ലഹരിയാണ്. മദ്യപാനായ തൊഴിലാളി ധനവാനാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അനേകം വ്യക്തികൾ വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്നുണ്ട്, ഗൾഫ് നാടുകളിൽ പോയി അധ്വാനിക്കുന്നുണ്ട്, നാട്ടിൽ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ഈ അധ്വാനത്തിന് ശേഷം അവർ മദ്യഷാപ്പിലേക്കും ബാറിലേക്കും മറ്റുമൊക്കെ പോകുന്നത് കൊണ്ട് അവർ രക്ഷപ്പെടുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾക്കറിയുമോ പ്രിയരെ, ഇന്നൊരു സാധാരണ കൂലിപ്പണിക്കാരന്, ഒരു കയ്യാല പണിയുന്ന ആൾക്ക് 1200 രൂപ ഞങ്ങളുടെ നാട്ടിൽ കൂലിയുണ്ട്. 1200 രൂപ ഒരു ദിവസം കൂലിയുണ്ട്. അയാളെ സഹായിക്കുന്ന മൈക്കാടിനുണ്ട്, അതൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും 800 രൂപ കൂലിയുണ്ട്. 800 രൂപ.
ഈ 1000 രൂപ കിട്ടുന്ന വ്യക്തി ഞായറാഴ്ച ഒഴിവാക്കിയാൽ പോലും 28,000 രൂപ മാസം കിട്ടുന്നുണ്ട്. 28,000 രൂപ മാസം. 28,000 രൂപ മാസം കിട്ടുന്ന ഒരു വ്യക്തി അതിലൊരു 5,000 രൂപ മാസം ചിലവാകുമെന്ന് കരുതുക. ഒരു ചാക്കരി മേടിച്ചാൽ ഒരു ചാക്കരിക്ക് 1,500 രൂപ അല്ലെ 2,000 രൂപ അല്ലെ 3,000 രൂപ എന്ന് വെച്ചോളൂ. നല്ല വില കൂടിയ അരിക്ക് ഒരു ചാക്കരിക്ക് ഒരു 3,000 രൂപ വിലയേ ഉള്ളൂ. ഒരു 2,000 രൂപയുടെ പച്ചക്കറി 5,000 രൂപ കൊണ്ട് 4 ആഴ്ച സുഖമായിട്ട് കടന്നു പോകുന്നു. ബാക്കി 10,22,000 രൂപ മീതി വരുന്നുണ്ട്. അതൊന്ന് സേവ് ചെയ്യുന്നു. ആ പണം അങ്ങ് സേവ് ചെയ്താൽ അവർ വളരെയല്ലേ. ഒരു ഗവൺമെൻറ് ജോലിക്കാരനേക്കാളും ശമ്പളമെന്ന് സാധാരണ വ്യക്തികൾക്കുണ്ട്. പക്ഷേ ഈ മദ്യപാനം എന്ന പിശാച് ഈ മനുഷ്യരെ തകർത്ത് കളയുകയാണ്. മദ്യഷാപ്പിൻ്റെ മുമ്പിൽ ബിവറേജിൻ്റെ മുമ്പിലൊക്കെ പോയി നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? കൈലിയുടുത്ത് മുണ്ടുടുത്ത് തോർത്ത് തലയെ കെട്ടി പണി കഴിഞ്ഞ് വന്ന് കാവൽ നിൽക്കുക, ലൈനായിട്ട് നിൽക്കുകയാണ് ഈ മനുഷ്യർ. അവരുടെ മക്കൾ കഞ്ഞി കുടിക്കേണ്ടതാണ്. അവരുടെ വീട് നന്നായിട്ട് പണിയേണ്ട പണമാണിത്. വെറുതെ നശിപ്പിച്ച് കളയുകയാണ്. ബൈബിൾ പറയുകയാണ്, നീ മദ്യപിക്കരുത്. മദ്യപിക്കുന്നവന് സംഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. സുഭാഷിതം 23-ാം അധ്യായം 19-22. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുമന്ന് കലങ്ങിയത്? വീഞ്ഞ് കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. പാമ്പിനെ പോലെ കടിക്കുക, അണലിയെപ്പോലെ കൊത്തുക. അതെന്താ? രണ്ടും പാമ്പല്ലേ? ഒന്ന് പാമ്പ്, മറ്റൊന്ന് അണലിപ്പാമ്പ്. പാമ്പിനെ പോലെ കടിക്കുക, അണലിയെപ്പോലെ കൊത്തുക. എന്താ കാര്യം? പ്രിയപ്പെട്ട ദൈവമക്കളെ, പാമ്പ് കടിയേറ്റാൽ അപ്പം തന്നെ മരിക്കും. അണലി കടിച്ചാൽ പെട്ടെന്ന് മരിക്കണമെന്നില്ല. അണലി കടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഈ കാലിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടേയിരിക്കും. പൊട്ടി ഒഴുകി അറപ്പ് ഉളവാക്കുന്ന വിധത്തിൽ ആ മനുഷ്യൻ്റെ ശരീരമായിത്തീരും. അണലിയെപ്പോലെ കൊത്തുക എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ അറപ്പുളവാക്കുന്ന വ്യക്തിയെപ്പോലെയായിത്തീരും. സ്വന്തം ഭാര്യയ്ക്ക് പോലും അറപ്പാണ്. കാരണം ഇയാളുടെ വയറ് മുഴുവനും മദ്യമാണ്. ഈ മദ്യം നിറച്ച് വീട്ടിലോട്ട് വരുമ്പോൾ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന ദുർഗന്ധം ആ കുടുംബത്തെ തന്നെ നകർക്കുകയാണ്. വീടിയും സിഗരറ്റും ഒക്കെ അങ്ങ് വലിച്ചിട്ട് പുകച്ചിട്ട് ആ വീട് മുഴുവനും പുക കൊണ്ട് നിറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ, പക്ഷെ അറിയുന്നില്ല സാത്താൻ അവരെ ബന്ധിച്ചിരിക്കുകയാണ് എന്ന കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ബോധപൂർവം ഈ മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ നാം സ്വതന്ത്രരാകണം. കണ്ണൂരപ്പുറേ ഒരു വീട്ടിൽ ഒരാൾ ധ്യാനം കൂടി 2 വർഷം മദ്യപാനം നിർത്തി അയാൾ നല്ലവനായി ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ കുടുംബത്തിൽ എല്ലാവർക്കും വലിയ സന്തോഷം. ഒരു ദിവസം ഈ മനുഷ്യൻ പുറത്തു പോയി ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോൾ കൂട്ടുകാർ പറഞ്ഞു, നീ നിൽക്ക്, നമുക്കൊന്നിച്ചു പോകാം. അങ്ങനെ അയാൾ കൂട്ടുകാരെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അവർ വരാനായിട്ട് വൈകി.
അവർ കയറിയിരിക്കുന്ന ഷാപ്പിലേക്ക് ഈ മനുഷ്യൻ കയറി ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വരുവാണെങ്കിൽ വരിക, ഞാൻ പോവുക. എടാ, ഒരൊറ്റ പെക്കും കൂടെ ഉള്ളൂ, ഇതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. ഇനി ഇത് നീ അങ്ങ് തീർക്കുവാണെങ്കിൽ പിന്നെ നമുക്കെന്നാൽ പെട്ടെന്ന് പോയേക്കാം. ഇയാൾ പണ്ട് മദ്യപിക്കുന്ന കാലത്ത് അവസാനത്തെ പെഗ് ഇയാളാണ് കുടിക്കാറുള്ളത്. സംഭവിച്ച കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇതങ്ങ് തീർത്തെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാൾ പെട്ടെന്ന് പോയി അങ്ങ് എടുത്തങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ്, ദൈവമേ, ഞാൻ 2 വർഷമായി കുടി നിർത്തിയ വ്യക്തിയാണല്ലോ എന്ന് ഓർക്കുന്നത്. അയാൾക്ക് ഭയങ്കര സങ്കടമായി. ആ സങ്കടം മൂത്തിട്ട് അയാൾ പിന്നെയും കുടിക്കാൻ തുടങ്ങി. കുടിയന്മാരങ്ങനെയാണെന്നാണ് പറയുക. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട പനക്കലച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കുടിയൻ അയാളുടെ കയ്യിൽ നിന്ന് 100 രൂപ ചേഞ്ചായിട്ട് അയാളുടെ കയ്യിലിരുന്നതാണ്. അയാൾ മടിയിൽ ഇങ്ങനെ തിരികെ വെച്ചിരുന്നതാണ്. ആ മടിയിൽ നിന്ന് 5 രൂപ നോട്ട് താഴെ വീണുപോയി. ഈ 5 രൂപ നോട്ട് വീണുപോയതിൻ്റെ സങ്കടം അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സങ്കടം കൊണ്ട് അയാൾ 95 രൂപയ്ക്കും കുടിച്ചെന്നു. 5 രൂപ വീണുപോയതിൻ്റെ സങ്കടം കൊണ്ട് 95 രൂപയ്ക്ക് അയാൾ കുടിച്ചിരിക്കുന്നു. എന്തൊരു സങ്കടമാണെന്ന് ഓർത്ത് നോക്കി. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ മദ്യപിക്കാനായിട്ടുള്ള അവസരം നോക്കി നടക്കുകയാണ്. സമൂഹത്ത് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന പ്രവൃത്തിയാണിത്. മദ്യം കൊടുക്കുന്ന വ്യക്തി, മദ്യം വിൽക്കുന്ന വ്യക്തി, മദ്യത്തിന് പ്രോത്സാഹനം നൽകുന്ന വ്യക്തികൾ ഒക്കെ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടതായിട്ട് വരണം. കണക്ക് പറയാതിരിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം അവർ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിക്കുന്നു എന്നതിനാൽ അത് മാരകമായ പാപമായി തീരുകയാണ്. ഞാനീ പറഞ്ഞ മനുഷ്യൻ, 2 വർഷം കുടിക്കാതിരുന്ന മനുഷ്യൻ കൂട്ടുകാരോട് ചേർന്ന് 1 പെക്ക് കുടിച്ച് 2 പെക്ക് കുടിച്ച് അയാൾ സുബോധം നഷ്ടപ്പെട്ടപ്പോൾ കൂട്ടുകാരൊക്കെ ചേർന്ന് കാലേലും കയ്യേലും പിടിച്ച് പൊക്കിയെടുത്ത് അയാളുടെ വീട്ടിൽ കൊണ്ടുവന്നു. ചെറുപ്പക്കാരിയായ ഭാര്യയ്ക്ക് കതക് തുറക്കാതിരിക്കാൻ പറ്റുമോ? കതക് തുറന്നു. പ്രായപൂർത്തിയായ പെമ്മക്കളുണ്ട് ആ വീട്ടിൽ. 3-4 പേര് ചേർന്ന് മുറിക്കകത്തേക്ക് ഇയാളെ കൊണ്ടുപോയി ഒരു കട്ടിലെ കൊണ്ടുപോയി കിടത്തി. ഈ മുറിക്കകത്തോട്ട് കയറിയവർ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നില്ല പ്രിയരെ. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ അയാളുടെ മകള് ആ വീടിൻ്റെ കിണറ്റിൽ മരിച്ചു കിടക്കുകയാണ്. ആ രാത്രിയിൽ എൻ്റെ അപ്പച്ചാ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ആ വീട്ടിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞിട്ട് അപ്പൻ ബോധമില്ലാത്തവനായി ആ മുറിയുടെ കോണിൽ കിടക്കുകയല്ലേ. അപ്പനെ കൊണ്ടുവന്ന കൂട്ടുകാർ ഈ പെൺകുട്ടിയെ വേദനിപ്പിക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ ആ കുഞ്ഞ് നിലവിളിച്ച് കരഞ്ഞതാ, എന്നെ കൊല്ലല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എൻ്റെ അപ്പാ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടാവുകയില്ലേ? അത് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഭാര്യ മാനസിക രോഗിയായിപ്പോയി. ഈ മനുഷ്യനിപ്പോൾ പോട്ടയാശ്രമത്തിൻ്റെ മണ്ണിലൂടെ നടന്ന് നെഞ്ചിനിട്ടിട്ട് ഇടിച്ച് കരയുകയാണ്, എൻ്റെ കൊച്ചിനെ ഞാൻ കൊന്നു, എൻ്റെ ഭാര്യയെ ഞാൻ കൊന്നു. അവൾക്ക് മാനസിക രോഗമാണ്. ഞാൻ എൻ്റെ കുടുംബം തകർത്തു, നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരയുകയാണ്. ഇനി എന്തോരം കണ്ണീരൊഴുക്കിയാലും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമോ? ആ കുടുംബം തകർന്നു പോയില്ലേ? എങ്ങനെ പറയാൻ പറ്റും മദ്യപാനം നല്ലതാണെന്ന്? എങ്ങനെ പറയാൻ പറ്റും? ഭർത്താവ് മദ്യം കുടിക്കുമ്പോൾ ഭാര്യ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, മദ്യപാനം പരിപൂർണമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റണം. ഇത് സാത്താൻ നമ്മളെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. നമ്മുടെ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ മദ്യപിക്കുന്നവരാണെങ്കിൽ അവരുമായിട്ട് കൂട്ടുപോലും ചേരരുത്. 1 കൊറിന്തോസ് 5:11 സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല എന്നാണ് ഞാൻ എഴുതുന്നത്. അവരോടൊരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യരുത്. പാടില്ല. മദ്യം വിളമ്പുന്ന വിവാഹ വീടാണെന്ന് മനസ്സിലാക്കിയാൽ ആ കല്യാണത്തിന് പോലും പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ മദ്യപാനം നിർത്തിയ വ്യക്തിയാണ്, ഒരു വീട് പാർക്കലിന് ചെല്ലുമ്പോൾ അവിടെ മദ്യം വിളമ്പുന്ന വീടാണ്, ഒരു കല്യാണത്തിന് ചെല്ലുമ്പോൾ അവിടെ മദ്യം വിളമ്പുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളതിന് പോകരുത്, അതിന് പോകരുത്.
പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുക. സുഭാഷിതം 31-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: അല്ലയോ ശമൂവേൽ, വീഞ്ഞ് രാജാക്കന്മാർക്ക് ചേർന്നതല്ല, ലഹരി പാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല. മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. മദ്യപിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവർ കൽപ്പനകൾ മറക്കുന്നു, കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ മദ്യപിക്കരുത്. അത് നമുക്ക് എന്ത് സന്തോഷമാണ് നൽകുന്നത്? കുറച്ച് മദ്യപിച്ച മദ്യത്തിൻ്റെ ലഹരി വിടുമ്പോൾ തലയ്ക്ക് വേദന തുടങ്ങുന്നു. പിന്നെ ആ വേദന മാറാൻ പിന്നെയും കുടിക്കുന്നു. മദ്യപിച്ച് തലച്ചോറിൻ്റെ സെല്ല് നശിക്കുന്നു. സെല്ല് നശിച്ചാൽ വേറെ സെല്ല് വരികയില്ല. ലൈംഗിക ആസക്തി വർദ്ധിക്കും. ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്വന്തം ഭാര്യയെപ്പോലെ സംശയം, കുടുംബത്തിൽ ബഹളം. സങ്കീർത്തനം 107:27 അവർ ഉന്മത്തരെ പോലെ ആടി ഉലയുകയും വേച്ച് നടക്കുകയും ചെയ്തു, എന്തു ചെയ്യണമെന്ന് അവരറിയുന്നില്ല. അവർക്കറിയാൻ പാടില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. അവരറിഞ്ഞില്ല എന്താ ചെയ്യുന്നതെന്ന്, അവരുടെ അവസ്ഥ എന്താണെന്ന്. പ്രഭാഷകൻ 31:25 വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട, വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാം. ചില മദ്യപാനികൾക്ക് മദ്യമൊക്കെ കൊടുത്തിട്ടാണ് ശവം എടുക്കാൻ വേണ്ടി ഇറക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടി മദ്യപിക്കുന്നു. ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടി മദ്യപിക്കരുത്. അത് നമ്മുടെ നാശത്തിന് കാരണമായി തീരും. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ബോധപൂർവം നമുക്ക് ഈ മദ്യപാനം എന്ന പാപം ഉപേക്ഷിക്കാം. കാരണം മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലാകപ്പെടും. മദ്യപിച്ച് മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടതായിട്ട് വരും. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. ബോധപൂർവം നമുക്ക് ഈ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാം. തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടണം, വിടുതൽ പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത മദ്യപാനത്തിൻ്റെ ബന്ധനമുള്ള ആളുകൾ, ഒരുപക്ഷെ ആദ്യമായി മദ്യം കുടിക്കാൻ അവസരമുണ്ടായപ്പോൾ, മദ്യം ആരെങ്കിലും തങ്ങളുടെ നേരെ നീട്ടിയപ്പോൾ നോ എന്ന് പറയാൻ, അല്ലെ വേണ്ടാന്ന് പറയാൻ മനസ്സ് സമ്മതിച്ചില്ല. ഇപ്പോൾ മദ്യപിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കിടക്കുകയാണ്, വല്ലപ്പോഴും കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, വല്ലപ്പോഴും മദ്യപിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്ന മക്കളുണ്ട്. അവരിലേക്ക് കർത്താവേ നിൻ്റെ കൃപ ചൊരിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം സകലർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപരഹിതമായി ജീവിതം നയിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.